ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം ശ്രദ്ധിക്കണം, പാലിക്കണമെന്ന് വളരെ ഗൗരവമായ ഭാഷയിൽ എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി പരിഗണിക്കുകയും സംരക്ഷണം നൽകുകയും ചെയ്തിട്ടുള്ള അവന്റെ സൃഷ്ടികളിൽ അതിശ്രേഷ്ഠനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രത്യേകമായ സംരക്ഷണം, അതാണ് നമ്മൾ മഅസൂം, പാപ സുരക്ഷിതൻ എന്ന് പറയുന്ന ഒരു കാര്യവും അതോടൊപ്പം സകലമാന ഒരു മനുഷ്യരിൽ ഉണ്ടായിരിക്കേണ്ടുന്ന സകലമാന സൽഗുണങ്ങളും സമ്മേളിച്ചിട്ടുള്ള ഒരു പൂർണ്ണ മനുഷ്യനാണ്, ശ്രേഷ്ഠതകൾ ഒട്ടേറെയുള്ള ഒരു പൂർണ്ണ മനുഷ്യനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുള്ള, അവിടുന്ന് മാതൃക കാണിച്ചു തന്നിട്ടുള്ള സ്വഭാവചര്യകൾ ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റവാക്കിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ നൽകിയ മറുപടി അത് ഖുർആൻ ആണ് എന്നാണ്. സഅദ് ബിൻ ഹിഷാം എന്ന് പറയുന്ന ഒരനുചരൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് ചോദിച്ചു. അതിന് ആയിഷ റളിയല്ലാഹു തആല അൻഹ നൽകിയ മറുപടി അതഖറഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യാറില്ലേ? ഖുർആൻ പാരായണം ചെയ്യുന്ന ഏതൊരാൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണഗണങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദ്യകർത്താവിന് നൽകിയ മറുപടി കാന ഖുലുഖുഹു അൽ ഖുർആന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അത് ഖുർആൻ തന്നെയാണ്. ഖുർആനിൽ പറഞ്ഞ എല്ലാ സൽഗുണങ്ങളും അതിന്റെ ഒരു ചലിക്കുന്ന പതിപ്പ് ആയിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിന് തന്റെ 23 വർഷക്കാലത്തെ ജീവിതം കൊണ്ട് തർജുമ നടത്തിയിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ജീവിതം കൊണ്ട് ഖുർആനിന് തർജുമ നൽകിയതാണ് പ്രവാചക ജീവിതം. അതാണ് നമ്മൾ നബിചര്യ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഖുർആനിൽ പറയപ്പെട്ട എല്ലാ സൽഗുണങ്ങളുടെയും അതിന്റെ പ്രായോഗികമായ രൂപം, അത് എങ്ങനെ പ്രാവർത്തികമാക്കണം എന്ന കൃത്യമായ വ്യക്തമായ ഒരു രൂപം നമുക്ക് ലഭിക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിച്ചാലാണ്. എല്ലാ മേഖലകളിലും കാണാം. ലോകത്ത് അറിയപ്പെട്ടിട്ടുള്ള ഒരുപാട് നേതാക്കളുണ്ട്. ആ നേതാക്കളുടെയൊക്കെ സ്വഭാവങ്ങൾ അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കുറ്റമറ്റതാണെന്ന് പറയാൻ സാധ്യമല്ല. അവർക്കെല്ലാം പല വിഷയങ്ങളിലും ജ്ഞാനമുണ്ട്, വിവരമുണ്ട്. പക്ഷേ അതൊക്കെ ഒരു നിശ്ചിത വിഷയങ്ങളിൽ ഒതുങ്ങും. ചില ആളുകൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒതുങ്ങുമ്പോൾ വേറെ ചില ആളുകൾ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിജ്ഞാനത്തിൽ പരിമിതപ്പെട്ടു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജ്ഞാനം, അറിവ് അത് മനുഷ്യ ജീവിതത്തെ ബാധിക്കുന്ന സകല വിഷയങ്ങളിലും കാണാൻ പറ്റും. ആ വിഷയങ്ങളിലൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയും കാണാൻ പറ്റും. എല്ലാ മേഖലകളിൽ നമുക്ക് മാതൃക കാണാം. ഒരു വിദ്യാർത്ഥിക്ക് മാതൃകയുണ്ട്.
ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മുമ്പിൽ അനുസരണയുള്ള അച്ചടക്കത്തോടുകൂടെ ഇരിക്കുന്ന ഒരു വിദ്യാർത്ഥിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണാം. തന്റെ മുന്നിലിരിക്കുന്ന സ്വഹാബത്തിനെയും എന്നല്ല ലോകത്തെ മൊത്തം കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ലോക ഗുരുവായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാം. തന്റെ അടുക്കൽ വന്ന അബദ്ധങ്ങൾ സൗമ്യമായി സ്നേഹത്തോടുകൂടെ തിരുത്തി, അത് വളരെ മാന്യമായി തിരുത്തിക്കൊടുത്ത് ആ പാളിച്ചകളൊക്കെ മാറ്റി ജീവിതത്തെ ക്രമപ്പെടുത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു അനുചരൻ, ഒരു സ്വഹാബി, അദ്ദേഹം പറഞ്ഞത് മുആവിയത്ത് ബിനുൽ ഹക്കം അസ്സുലമി എന്ന് പറയുന്ന സ്വഹാബി പറഞ്ഞത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും നല്ല അധ്യാപകൻ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒരു നല്ല ഭർത്താവായി, നല്ല ഒരു കുടുംബനാഥനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണാം. നല്ല ഒരു ഭരണാധികാരിയെ കാണണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിച്ചാൽ മതി. ഒരു നേതാവിനുണ്ടാകേണ്ടുന്ന സകലമാന ഗുണഗണങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സമ്മേളിച്ചിട്ടുണ്ട്. അവിടുത്തെ ഹിജ്റ മാത്രം പരിശോധിച്ചാൽ അത് വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴാണ് ഹിജ്റ പോയത്? തന്റെ അനുചരന്മാരൊക്കെ ഏറെക്കുറെ മദീനയിൽ സുരക്ഷിതരായി എത്തിയതിന് ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുന്നത്. സാധാരണഗതിയിൽ നാട്ടിൽ പ്രശ്നങ്ങൾ രൂക്ഷമാകുമ്പോൾ ആദ്യം നേതാക്കളാണ് തടി രക്ഷപ്പെടുത്തുക, സുരക്ഷിതമാക്കുക. റസൂലുള്ളാഹി അങ്ങനെയല്ല ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുചരന്മാരെയൊക്കെ സുരക്ഷിതമായ ഒരു മേഖലയിൽ ഒരിടത്ത് അവരെ എത്തിച്ച ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പലായനം നടത്തിയിട്ടുള്ളത്. അതൊരു നേതാവിന്റെ ഗുണമാണ്. അബിശീനയിലേക്ക് പലായനം ചെയ്ത സ്വഹാബികളെ കാണാം. 2 തവണ അബിശീനയിലേക്ക് വിശ്വാസികൾ പലായനം ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ തന്നെ നിൽക്കുകയാണ് ചെയ്തത്. അനുചരന്മാരെ പലരെയും അബിശീനയിലേക്ക് സുരക്ഷിതമായി പറഞ്ഞയച്ച് അവിടെ നിങ്ങൾക്ക് സുരക്ഷിതമായി നിർഭയത്വത്തോടുകൂടെ നിങ്ങൾക്ക് ജീവിക്കാം. അവിടെ നല്ലൊരു ഭരണാധികാരി ഉണ്ട്. ആ ഭരണാധികാരിയുടെ കീഴിൽ നിങ്ങൾക്ക് മർദ്ദന മുറകൾ ഏൽക്കേണ്ടി വരില്ല, ഒരു അനീതിയുടെയും പ്രഹരം നിങ്ങൾക്ക് ഏൽക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുചരന്മാരെ അബിശീനയിലേക്ക് പറഞ്ഞയക്കുമ്പോഴും ഇവിടെ ദുർബലരുടെ കൂടെ നിൽക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിൽക്കാനാണ് റസൂൽ തീരുമാനിച്ചത്. അങ്ങനെ ഒട്ടേറെ മേഖലകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക നമുക്ക് കാണാൻ പറ്റും. ഖുർആൻ പറഞ്ഞിട്ടുള്ള സകലമാന സൽഗുണങ്ങളും സമ്മേളിച്ചിട്ടുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇതിലേറെ മികച്ചു നിൽക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മോടുള്ള സ്നേഹമാണ്. മനുഷ്യരോടെന്നല്ല, സകല ജീവികളോടും സ്നേഹമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകിച്ച് മനുഷ്യരോടുള്ള അനുകമ്പ, അതാണ് ഏറെ മികച്ചു നിൽക്കുന്നത്. നമ്മൾ അതിരറ്റ സ്നേഹമുള്ളവനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്നേഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിക്കുന്നത് ഇങ്ങനെയാണ്: മസലി വ മസലുക്കും കമസലി റജുലിൻ ഔഖദ നാറാ ഫജഅല അൽ ഫറാശു വൽ ജനാദിബ് യഖഅന ഫീഹാ വഹുവ യദബ്ബുഹുന്ന അൻഹാ വഅന ആഖിദുൻ ബിഹുജസിക്കും വഅൻതും തഫല്ലതൂന മിൻ യദി. എന്റെയും നിങ്ങളുടെയും ഉപമ, പ്രവാചകനാകുന്ന എന്റെയും എന്റെ അനുയായികളാകുന്ന നിങ്ങളെയും ഉപമിക്കാവുന്നത് തീ കത്തിച്ചൊരു മനുഷ്യനോടാണ്. ഒരു മനുഷ്യൻ അയാളുടെ ആവശ്യത്തിന് വേണ്ടി തീ കത്തിച്ചപ്പോൾ ആ തീയുടെ ഭാഗികമായ സൗന്ദര്യം കണ്ട് പാറ്റകളും പ്രാണികളും ഒക്കെ അതിൽ വന്ന് ചാടാൻ തുടങ്ങി. അവക്കതിന്റെ ഗൗരവം അറിയില്ല. അതിന്റെ സ്പർശനമേറ്റാൽ താൻ കരിഞ്ഞു പോകും എന്നവർക്കറിയില്ല. അതിന്റെ ഗൗരവം അറിയില്ല. അതിന്റെ തീയുടെ പ്രത്യേകമായ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി
അതിൽ ഒന്ന് ചാടുന്ന പാറ്റകളെയും പ്രാണികളെയും ഒക്കെ ഈ മനുഷ്യന് അതിൽ നിന്ന് ആട്ടിയകറ്റുണ്ട്, അതിൽ പോയി ചാടല്ലേ, അത് അപകടമാണ് എന്ന് പറഞ്ഞ തീയിൽ നിന്ന് പ്രാണികളെയും പാറ്റകളെയും ഒക്കെ ആട്ടിയകറ്റുന്ന ഒരു മനുഷ്യനെ പോലെയാണ് ഞാൻ. അഥവാ നിങ്ങൾ നരകത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ, അത് നരകത്തിന്റെ വഴിയാണ്, അത് അപകടത്തിന്റെ വഴിയാണ്, അത് ശിർക്കിന്റെ വഴിയാണ്, അത് ബിദ്അത്തിന്റെ വഴിയാണ്, അത് അനീതിയുടെ മാർഗമാണ്, അങ്ങോട്ട് പോകല്ലേ എന്ന് പറഞ്ഞ് നിങ്ങളെ ഞാൻ നേർവഴിയിലേക്ക് തിരിക്കുകയാണ്. ഇതാണ് എന്റെയും നിങ്ങളുടെയും ഉപമ. പക്ഷേ നിങ്ങളെ ഞാൻ എത്ര ശക്തമായി ആ നരകത്തിൽ പോകാതെ അതിൽ വീഴാതിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുവോ, അങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും നിങ്ങളെല്ലാം അത് അവഗണിച്ച് അതിൽ തന്നെ പോയി ചാടുകയാണല്ലോ എന്നാണ്. നരകത്തിൽ പോയി നിങ്ങൾ ചാടാതിരിക്കാൻ നിങ്ങളുടെ അരക്കെട്ട് പിടിച്ച് ശക്തമായി ആ നരകത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ പിറകോട്ട് വലിക്കുന്നു. പക്ഷേ നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് കുതറി അതിൽ തന്നെ പോയി ചാടുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ ദൗത്യ നിർവഹണത്തിന്റെ ഒരു ഉദാഹരണത്തെ വളരെ മനോഹരമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ മുഴുവനായി നമ്മൾ പരിശോധിച്ചാൽ ഈ ഒരു അനുകമ്പ, അനുയായികളോടുള്ള ഈ ഒരു വാത്സല്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് നിറഞ്ഞു നിൽക്കുന്നതായി കാണാൻ പറ്റും. അത്രമേൽ നമ്മെ സ്നേഹിച്ച ആളാണ്. തന്റെ ജീവൻ അപായപ്പെടുത്തുകയും അതിന് ശ്രമിക്കുകയും തന്നെ നിഷ്ഠൂരമായി മർദ്ദിക്കുകയും ചെയ്ത ആളുകളെ എന്ത് ചെയ്യണമെന്ന് മലയുടെ ചുമതലയുള്ള മലക്കനെ പറഞ്ഞയച്ച് അല്ലാഹു തആല ചോദിച്ചപ്പോൾ അവർക്ക് മാപ്പ് നൽകാനാണ് പറഞ്ഞത്, അവർക്ക് പുറത്തു കൊടുക്കാനാണ് പ്രാർത്ഥിച്ചത്. ഈ മല അവരുടെ മുകളിൽ മറിച്ചിടണോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹിയുടെ പ്രതികരണം, അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ, ഈ ജനതക്ക് പുറത്തു കൊടുക്കണം, അവർ വിവരമില്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുകയും ഭാവിയിലെങ്കിലും ഈ ആളുകളുടെ തലമുറയിൽ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ജനത ഉണ്ടാകുകയാണെങ്കിൽ അതാണല്ലോ ഖൈർ എന്ന് പറഞ്ഞ് സ്നേഹത്തിന്റെയും കരുണയുടെയും ഉജ്ജ്വല മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നതായി ത്വായിഫിലേക്കുള്ള പലായന ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അത്രമേൽ സ്നേഹമുള്ള ആളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറെ മികച്ചു നിൽക്കുന്ന 4 സ്വഭാവങ്ങളാണ് ഞാനിവിടെ പാരായണം ചെയ്ത് കേൾപ്പിച്ച സൂറത്ത് തൗബയുടെ 128 അല്ലാഹു തആല പറയുന്നത്, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇതാ ഒരു ദൂതൻ വന്നിരിക്കുന്നു. അഥവാ ദൂതൻ നിങ്ങൾക്ക് പരിചിതനാണ്, അപരിചിതനല്ല, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് തന്നെയാണ് ദൂതനായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ നസബ് നിങ്ങൾക്കറിയാം, വംശം നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം മുതൽ 40 വയസ്സ് വരെയുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തെ നിങ്ങൾക്ക് കൃത്യമായും അറിയാം. അങ്ങനെ നിങ്ങളിൽ നിന്നുള്ളൊരു പ്രവാചകൻ, ആ പ്രവാചകന്റെ 4 പ്രത്യേകതകൾ ഈ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്, അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയില്ല. ഹരീസുൻ അലൈക്കും, നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടാൻ അങ്ങേയറ്റം താല്പര്യമുള്ള ആളാണ്, വിശ്വാസികളോട് അങ്ങേയറ്റം താല്പര്യമുള്ള ആളാണ്. റഊഫും റഹീമാണ്, കൃപയുള്ളവനാണ്, കരുണയുള്ള ആളാണ് എന്നിങ്ങനെ 4 സ്വഭാവങ്ങൾ എടുത്തു പറയുന്നു. ഏത് സ്വഭാവങ്ങൾ എടുത്തു നോക്കിയാലും അതിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ് ഉജ്ജ്വലമായി നമുക്ക് കാണാൻ കഴിയുക. ഏറെ സ്നേഹമുള്ള റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ഉമ്മത്തിനോട് ദേഷ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ ദേഷ്യം പോലും സ്നേഹത്തിൽ ചാലിച്ചെടുത്തതാണ്, സ്നേഹത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ദേഷ്യമാണ്. ആളുകളിൽ തെറ്റുകൾ കാണുമ്പോൾ, അവരിൽ വീഴ്ചകൾ കാണുമ്പോൾ അവരോടുള്ള സ്നേഹത്തും കൊണ്ട് സ്നേഹം ചാലിച്ചെടുത്തിട്ട്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ദേഷ്യപ്പെടും. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നിർവഹിക്കുന്ന അവസ്ഥയെ കുറിച്ച്, കാന ഇദാ ഖതബ് യഹ്മറത് ഐനാ വഅലാ സൗതു വസ്തദ്ദ ഗളബു കഅന്നഹു മുൻദിറു ജയ്ഷ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നിർവഹിക്കുമ്പോൾ അവിടുത്തെ കണ്ണുകൾ ചുവന്നു തുടിക്കാറുണ്ട്, ശബ്ദമുയരാറുണ്ട്, ദേഷ്യം കഠിനമാകാറുണ്ട്, കഠിനമായി ചിലപ്പോൾ ദേഷ്യപ്പെടാറുണ്ട്. കഅന്നഹു മുൻദിറു ജയ്ഷിൻ, പ്രഭാതത്തിലോ പ്രദോഷത്തിലോ രാവിലെയോ വൈകുന്നേരമോ നമ്മെ കടന്നാക്രമിക്കാൻ വരുന്ന ഒരു സൈന്യത്തെ കുറിച്ച് താക്കീത് നൽകുന്ന അതേ വികാരത്തിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുത്ബ നിർവഹിച്ചിരുന്നത്. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അവിടെ ഇരിക്കുന്നവരിൽ ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന്റെ ദീനിന്റെ ചര്യക്ക് എതിരായി പ്രവർത്തിച്ചതായി ബോധ്യപ്പെടുമ്പോഴാണ് ഇത്രമേൽ ശക്തമായി അവിടുന്ന് കോപിക്കാറുണ്ടായിരുന്നത് എന്ന്. അത് വ്യക്തിപരമായി പറയാറില്ല. ആ സദസ്സിൽ ആ വ്യക്തി ഉണ്ടെങ്കിൽ പോലും ആ വ്യക്തിയോട് നേർക്കുനേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ട് സംസാരിക്കാറില്ല. വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് വേണ്ടി റസൂലുള്ളാഹ് കോപിച്ചിട്ടേയില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി ഒരിക്കലും കോപിക്കാറില്ല. ദീൻ പിച്ചി ചീന്തപ്പെടുമ്പോൾ, ദീനിൽ നിന്ന് ആളുകൾക്ക് വ്യതിയാനം സംഭവിക്കുമ്പോൾ അവിടെയാണ് റസൂലുള്ളാഹി ദേഷ്യപ്പെടാറുണ്ടായിരുന്നത് എന്ന് കാണാൻ പറ്റും. ദീനിൽ നിന്നുള്ള വ്യതിചലനം കാണുമ്പോൾ അതിന് അവിടെ റസൂലുള്ളാഹി വളരെയധികം ദേഷ്യപ്പെടാറുണ്ട്. ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ ചുരുക്കി പറയാം. ഒരു സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ സുബഹി നമസ്കാരത്തിന് എന്നും വൈകിയാണ് വരാറുള്ളത്. അതിന് കാരണം ഞാൻ ജമാഅത്തിന് പങ്കെടുക്കുന്ന പള്ളിയിലെ ഇമാം അദ്ദേഹം ദീർഘമായി ഖുർആൻ പാരായണം ചെയ്യുന്നു. അതെനിക്ക് വിഷമമുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പാരായണമൊക്കെ കുറച്ചങ്ങ് കഴിഞ്ഞിട്ടാണ് ഞാൻ ജമാഅത്തിന് എത്താറുള്ളത്. എനിക്ക് അത്രയും നേരം നിന്ന് നിസ്കരിക്കാൻ കഴിയില്ല, അതെനിക്ക് പ്രയാസമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ആവലാതി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി ആ പള്ളിയിൽ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്ന ആളോട് അതിശക്തമായി ദേഷ്യപ്പെട്ടു. ഹദീസ് ഉദ്ധരിക്കുന്ന അബൂ മസ്ഊദ് ഉഖബത്ത് ബിൻ അംർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെടുന്നത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അത്രമേൽ വലിയ ദേഷ്യത്തോടു കൂടെയാണ് റസൂലുള്ളാഹി സംസാരിച്ചത്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഇത് സുന്നത്തിനെതിരാണ്. ജമാഅത്തായിട്ട് നമസ്കരിക്കുമ്പോൾ പിന്നിലുള്ള ആളുകളെ പരിഗണിക്കണം. അവരിൽ രോഗികളുണ്ടാകും, യാത്രക്കാരുണ്ടാകും, മറ്റാവശ്യക്കാരുണ്ടാകും. അവരൊക്കെ പരിഗണിച്ചിട്ട് വേണം സൂറത്ത് പാരായണം ചെയ്യാൻ. ദീർഘമായി പാരായണം ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോക്കൂ നിങ്ങൾ, ഇവിടെ ഖുർആൻ ദീർഘമായി ഓതി പിന്നിലുള്ള ആളുകൾക്ക് പ്രയാസമുണ്ടാക്കിയ ഇമാമിനോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിരൂക്ഷമായ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെടുന്നത്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആളുകളോട്, ആ വിഷയത്തോട് ഒക്കെ നമുക്ക് സ്വാഭാവികമായും ധാർമ്മികമായ രോഷമുണ്ടായിരിക്കണം. ധാർമ്മികമായ രോഷം സുന്നത്ത് പിച്ചി ചിന്തപ്പെടുമ്പോൾ ഉണ്ടാകണം. അത് പ്രവാചകന്മാരുടെ ചര്യയാണ്, പ്രവാചകന്മാരുടെ മാതൃകയാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് കാണാം, മൂസാ നബി അലൈഹിസ്സലാം 40 ദിവസം ഭജനമിരുന്ന് തൗറാത്ത് വാങ്ങി തിരിച്ചു വരിക എന്ന വായതോടുകൂടെയാണ് ഈ തൂർ സീനാ പർവ്വതത്തിലേക്ക് പോകുന്നത്. അവിടുന്ന് നല്ല തൗറാത്തൊക്കെ കൈപ്പറ്റി മൂസാ നബി അലൈഹിസ്സലാം തിരിച്ചു വരുമ്പോൾ ഇവിടെ അദ്ദേഹം കാണുന്നത്, താൻ പാടുപെട്ട് ദഅവത്ത് നടത്തി ശരിയായ റൂട്ടിലേക്ക് കൊണ്ടുവന്ന ആ ജനതയെ
അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ കാണുന്നത് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്നതാണ് കാണുന്നത്. കേവലം 40 ദിവസത്തിന് ഉള്ളിലാണ് ഇത് സംഭവിക്കുന്നത്. 2 പ്രവാചകന്മാർ ജീവിച്ചിരിക്കെ മൂസാ നബി അലൈഹിസ്സലാം ഉണ്ട്. താൽക്കാലികമായും അദ്ദേഹം ഒരു 40 ദിവസം തൗറാത്ത് വാങ്ങാനായി അകന്നു നിന്നതാണ്. പക്ഷേ ഹാറൂൻ അലൈഹിസ്സലാമിനെ ബനൂ ഇസ്രായേലുടെ കാര്യം ശ്രദ്ധിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടാണ് പോയിട്ടുള്ളത്. ഹാറൂൻ അലൈഹിസ്സലാം അവരോട് വളരെയധികം രൂക്ഷമായും ഭംഗിയായ നസീഹത്തോടു കൂടെയൊക്കെ പറഞ്ഞു, ഈ കാളക്കുട്ടി ആരാധിക്കല്ലേ, ഇത് കൊടിയ ശിർക്കാണ്, ഇത് നിങ്ങളെ സാമിരി എന്ന് പറയുന്ന കപടൻ വഞ്ചിക്കുകയാണ്, അവന്റെ വഞ്ചനയിൽ അകപ്പെടല്ലേ എന്ന് ഹാറൂൻ അലൈഹിസ്സലാം പരമാവധി പറഞ്ഞു നോക്കി. പക്ഷെ അതൊക്കെ അവഗണിച്ച് അവർ ഇതിനെ ആരാധിക്കാൻ തുടങ്ങി. മൂസാ നബി അലൈഹിസ്സലാം തിരിച്ചു വന്നപ്പോഴുണ്ടായ അദ്ദേഹത്തിന്റെ അനുഭവത്തെ, ആ അവസ്ഥയെ ഖുർആൻ വിശദീകരിച്ചത് ഇങ്ങനെയാണ്: ദേഷ്യവും സങ്കടവും സമ്മിശ്രമായ ഒരവസ്ഥയാണ് ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാമിനുണ്ടായത്. കയ്യിലുള്ള തൗറാത്ത് പോലും താഴെ വീണുപോയി. ആ വിധത്തിൽ അദ്ദേഹം ദേഷ്യപ്പെട്ടു. എന്തുകൊണ്ട്? പതിറ്റാണ്ടുകൾ അദ്ദേഹം പാടുപെട്ട് അധ്വാനിച്ച് ദഅവത്ത് നടത്തിയ ഒരു ജനത കേവലം 40 ദിവസത്തിനുള്ളിൽ കൊടിയ ശിർക്ക് ചെയ്യുന്നവരായി കണ്ടപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അള്ളാഹുവിന് വേണ്ടിയുള്ള ദേഷ്യപ്പെടലാണ്, അള്ളാഹുവിന് വേണ്ടിയുള്ള ദേഷ്യപ്പെടലാണ്. ഈ ആളുകൾ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന സങ്കടവും അദ്ദേഹത്തിന്റെ മനസ്സിൽ കയറി. ഇത് പ്രവാചകന്മാരുടെ ചതി. അള്ളാഹുവിന്റെ ദീൻ, അവന്റെ ദീൻ പരിഹസിക്കപ്പെടുമ്പോൾ, അങ്ങനെ അതിനെ അപമതിക്കുമ്പോൾ ഈ രീതിയിൽ ഉള്ള ഒരു ദേഷ്യവും, ഇത് ചെയ്യുന്ന ആളുകളോട് അവരോടുള്ള സ്നേഹത്തിൽ നിന്ന് ചാലിച്ചെടുത്ത റസൂലുള്ളാഹിയുടെ അതേ ചര്യ പിൻപറ്റിക്കൊണ്ടുള്ള ദേഷ്യ പ്രകടനം, അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നമുക്കും അതുണ്ടാകണം. നമ്മുടെ നാടുകളിൽ ബിദ്അത്തുകൾ തഴച്ചു വളരുന്നു. ഈ ബിദ്അത്തുകൾ തഴച്ചു വളരുമ്പോൾ, ദീൻ വികൃതമാക്കപ്പെടുമ്പോൾ, ശരീഅത്ത് അവഹേളിക്കപ്പെടുമ്പോൾ, കുടുംബവും കൂട്ടുകാരുമൊക്കെ ബിദ്അത്തിലേക്ക് അതിശീഘ്രം പാഞ്ഞെടുക്കുമ്പോൾ അവരോട് നസീഹത്തോടുകൂടെ അത് തിരുത്താൻ നമുക്ക് കഴിയണം. അതല്ല സകലമാന ബിദ്അത്തുകളും തഴച്ചു വളരുകയും അത് നാടിനെ മൊത്തം ഗ്രസിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ആ ബിദ്അത്തുകൾ കാണുമ്പോൾ നമ്മുടെ നെറ്റി ചുളിഞ്ഞു പോകാതിരിക്കുകയും നമ്മുടെ പുരികം വളയാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ നസീഹത്ത് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ദീനിനോടുള്ള നമ്മുടെ നസീഹത്ത് അത് പുനഃപരിശോധിക്കേണ്ടതാണ്. കാരണം അള്ളാഹുവിന്റെ റസൂൽ ദീനിന്റെ ആകത്തുകയായി പറഞ്ഞിട്ടുള്ളത് നസീഹത്താണ്. അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും അവന്റെ കിതാബിനോടും മുസ്ലിം നേതാക്കളോടും പൊതുജനങ്ങളോടുമുള്ള നസീഹത്താണ് ദീനിന്റെ ആകത്തുക എന്നാണ് റസൂൽ പറഞ്ഞിട്ടുള്ളത്. ബിദ്അത്തുകൾ ഓരോ വർഷവും തടച്ചു വളരുകയാണ്. ബിദ്അത്തുകളുടെ മാമാങ്കമാണ് റബീഉൽ അവ്വലിൽ നടക്കുന്നത്. അത്തരം ബിദ്അത്തുകൾ കാണുമ്പോൾ അതിനോടൊരു ആ ബിദ്അത്തിനോടൊരു വിയോജിപ്പും അതിനോടുള്ള ഒരു ധാർമ്മികമായ രോഷവും നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നില്ല എങ്കിൽ, അതൊക്കെ ഇപ്പൊ എല്ലാ വർഷവും നടക്കുന്നതല്ലേ എന്ന ലാഘവത്തോടുകൂടെ അത് കാണുകയാണ് എങ്കിൽ നമ്മുടെ നസീഹത്ത് വീണ്ടും പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നതാണ് ഈ ഇതുപോലെയുള്ള ചരിത്രങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലൽ അക്മലാനി അലൽ മബ്ഊസ് റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അതിനോട് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ടും രൂക്ഷമായും സംസാരിച്ചിട്ടുള്ള
സലഫുകളെ നമുക്ക് കാണാം. വിഷയത്തോട് അതിശക്തമായി പ്രതികരിച്ചിട്ടുള്ള ആളുകളെ കാണാം. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ, അവരോട് ഒരു സ്ത്രീ വന്നിട്ട് ചോദിക്കുകയാണ്, ആർത്തവ സമയത്ത് നഷ്ടപ്പെട്ട നോമ്പ് നമസ്കാരം അത് ഖലാ വീട്ടേണ്ടതുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമസ്കാരം ഖലാ വീട്ടേണ്ടതുണ്ടോ? നോമ്പ് ഖലാ വീട്ടുന്നു, എന്നാൽ നമസ്കാരം ഖലാ വീട്ടുന്നില്ല. ഇതെന്തുകൊണ്ടാണ് എന്നാണ് അവരുടെ ചോദ്യം. രണ്ടും നിർബന്ധമായ കാര്യമാണല്ലോ. റമദാനിലെ നോമ്പും നിർബന്ധമാണ്, നമസ്കാരവും നിർബന്ധമാണ്. പക്ഷെ ആർത്തവകാരി ഒരു നിർബന്ധം ഖലാ വീട്ടുന്നു, നോമ്പ് ഖലാ വീട്ടുന്നു, മറ്റൊരു നിർബന്ധമായ നമസ്കാരം ഖലാ വീട്ടുന്നില്ല. ഇതെന്താണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ അതിന് മറുപടി കൊടുക്കുന്നതിന് മുമ്പ് ഗൗരവപൂർവം ഒരു ചോദ്യം തിരിച്ചു ചോദിച്ചു. അഹറൂരിയത്തുൻ അൻതി, നീ ഖവാരിജാണോ എന്നാ ചോദിച്ചത്. നീ പിഴച്ചു പോയ കക്ഷികളാകുന്ന ഖവാരിജുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണോ നീ എന്ന് തിരിച്ചു ചോദിക്കുന്നു. എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? ഖവാരിജുകൾ പ്രവാചക ചര്യക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെ പ്രവാചക ചര്യക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരോടുള്ള ദേഷ്യമാണ് ഇവിടെ കാണുന്നത്. ഈ സംഭവത്തിന്റെ വിശദീകരണത്തിൽ കാണാം, ഖവാരിജുകൾ അവര് ആർത്തവമുള്ള സമയത്ത് സ്ത്രീകൾക്ക് നഷ്ടപ്പെട്ട നമസ്കാരം ഖലാ വീട്ടണം എന്ന വീക്ഷണക്കാരാണ്. അത് മുസ്ലിം അതീതികൾക്കെതിരാണ്, മുസ്ലിം ലോകത്തിന്റെ ഇജ്മാഇനുമെതിരാണ്. ലോകത്തുള്ള മുസ്ലിം പണ്ഡിതന്മാരുടെ ഏകകണ്ഠമായ അഭിപ്രായത്തിനെതിരാണ് ആർത്തവകാരി നമസ്കാരം ഖലാ വീട്ടണമെന്ന് പറയുന്നത്. ആ ദീനിനെതിരായ, ദീനിൽ തീവ്രത കാണിക്കുന്ന ഈ ഖവാരിജുകളെയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഈ ചോദ്യത്തിലൂടെ നേരിടുന്നത്. ഈ ചോദിച്ച ആൾ അങ്ങനെയല്ല, പക്ഷേ ഇത് അവരുടെ സ്വഭാവമാണ്, ഖവാരിജുകളുടെ സ്വഭാവമാണ് എന്ന് പറഞ്ഞ് ആയിഷ റളിയല്ലാഹു തആല അൻഹ പ്രതികരിച്ചതായി കാണാം. നിങ്ങൾ ദീനിൽ കാണിക്കുന്ന തനത്വ, തീവ്രത, അതിരിവിട്ട പ്രവർത്തനം, അതിനോടുള്ള അവരുടെ രോഷമാണ് ഇവിടെ കാണുന്നത്. മറ്റൊരു സംഭവം നമുക്ക് കാണാം. മഹാനായ, ഞാൻ പറയുന്നത് പ്രവാചകന്മാരുടെ, സലഫുസ്സാലിഹീങ്ങളുടെ, അത് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനികളായ സ്വഹാബികളുടെ രീതിയാണ് ദീനിൽ അതിരിവിട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളോട്, ആ പ്രവിഷയത്തോടൊക്കെ വളരെ രൂക്ഷമായുള്ള സംസാരം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഉപാധിയോടുകൂടെ നസീഹത്തൊരിക്കലും ചോർന്നു പോകാൻ പാടില്ല. ഈ പറയപ്പെടുന്ന തെറ്റ് ചെയ്യുന്ന ആളുകൾ അടിച്ചമർത്തുകയോ അവനെ വഷളാക്കുകയോ ചെയ്യലല്ല ഉദ്ദേശം. അവനെ തെറ്റിനോട് വിട ചൊല്ലി ഹഖിന്റെ, ഹിദായത്തിന്റെ വഴിയെ സഞ്ചരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ സ്വീകരിക്കുന്നത്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ ഇങ്ങനെ ഒരു ഹദീസ് റസൂലിനെ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ലാ തംനഉ നിസാഅകുമുൽ മസാജിദ് ഇദസ്തഅ്ദനകും, സ്ത്രീകൾ നിങ്ങളോട് പള്ളിയിൽ പോകാൻ അനുവാദം ചോദിച്ചാൽ അവരെ നിങ്ങൾ വിലക്കരുത്, അവർക്ക് നിങ്ങൾ അനുവാദം കൊടുക്കണം എന്ന് റസൂലുള്ള പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയുടെ മകൻ ബിലാൽ എന്ന് പറയുന്ന ഒരു മകനുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആ ബിലാൽ എന്ന് പറയുന്ന മകൻ പറഞ്ഞു, ലനംനഅന്ന, ഞങ്ങൾ സ്ത്രീകളെ പള്ളിയിൽ പോകാൻ സമ്മതിക്കില്ല, ഞങ്ങൾ തടുക്കും, ഞങ്ങൾ പോകാൻ അനുവദിക്കില്ല, ഞങ്ങൾ തടുക്കുക തന്നെ ചെയ്യും എന്ന് ബിലാൽ എന്ന് പറയുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയുടെ മകൻ പറഞ്ഞപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു സ്വീകരിച്ചത് അദ്ദേഹത്തിന്റെ സംസാരം, ഫസബ്ബഹു സബ്ബൻ മാ സമിഅതുഹു സബ്ബഹു മിസ്ല. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു തന്റെ മകൻ ബിലാലിനോട് അതിശക്തമായ രീതിയിൽ അദ്ദേഹത്തോട് ദേഷ്യപ്പെട്ട് വഴക്ക് പറഞ്ഞ് സംസാരിച്ചു. അത് ഉദ്ധരിക്കുന്ന വ്യക്തി പറയാണ്, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ഒരാളെ ചീത്ത പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്താ കാരണം? അദ്ദേഹം തന്നെ പറഞ്ഞു,
അള്ളാന്റെ റസൂല് ഇങ്ങനെ പോകാൻ അനുവാദം നൽകണമെന്ന് പറയാ, എന്നിട്ട് നീ നൽകില്ലെന്ന് പറയുകയോ? റസൂലുള്ള പറഞ്ഞതിനെതിര് പറയാൻ നീ ആരാ? അതാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത്. റസൂലുള്ള അനുവാദം നൽകാൻ പറഞ്ഞ കാര്യത്തെ നീ സമ്മതിക്കില്ല, നീ തടുക്കുമെന്ന് പറയും. റസൂലുള്ള പറഞ്ഞതിനെതിര് പറയുകയോ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ദേഷ്യപ്പെടുന്നത്. ഒരുപാട് സംഭവങ്ങൾ ഇത് സംബന്ധമായി കാണും. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അവിടുത്തെ ചര്യയോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമാണ്. ഒരാൾക്ക് യഥാർത്ഥ മുസ്ലിമാകാൻ പറ്റണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ പൂർണ്ണ മനസ്സോടുകൂടെ സംതൃപ്തിയോടുകൂടെ സ്വീകരിക്കാൻ പറ്റണം. കുടുങ്ങിയിട്ട് സ്വീകരിക്കല്ല. അല്ലാഹു തആല അള്ളാഹിനെ പിടിച്ച് സത്യം ചെയ്തിട്ട് പറയുന്നത്, നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു വിധികർത്താവാക്കാത്ത കാലത്തോളം നിങ്ങൾക്ക് വിശ്വാസികളാകാൻ സാധ്യമല്ല എന്നാണ്. അവിടുത്തെ പൂർണ്ണമായും സമ്മതിക്കണം. ഒരു മനപ്രയാസം കൂടാതെ അവിടുത്തെ വിധി വിലക്കുകളെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ സംതൃപ്തിയോടുകൂടി നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമെങ്കിലേ നിങ്ങൾ വിശ്വാസികളുടെ വൃത്തത്തിൽ ഉണ്ടാകൂ എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല അള്ളാനെ പിടിച്ച് സത്യം ചെയ്തിട്ട് പറയുന്നുണ്ട് ഖുർആനിൽ. അപ്പൊ അതിനോടുള്ള പ്രതിബദ്ധതയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം നേകുന്ന കാര്യം. അത് ശ്രദ്ധിക്കുവാനും സൂക്ഷിക്കുവാനും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കി ജീവിതത്തെ അതിനനുസരിച്ച് ചിട്ടപ്പെടുത്തിയും ക്രമപ്പെടുത്തിയും മുന്നോട്ട് പോകുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.